ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ജേണൽ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ജേണൽ സെറ്റിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു, പക്ഷെ അതെങ്ങനെയോ മിസ്സായി. അപ്പോൾ ഞാൻ ഒന്നും കൂടി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു വിൻറ്റേജ് തീമിലുള്ള ജേണൽ സെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലിതാ ഒരു ജേണൽ ബുക്ക് ഉണ്ട്, പിന്നെ അതാ ഈ ഒരു മെമോ പാഡ്സ് 3-4 ടൈപ്പ് ഓഫ് മെമോ പാഡ്സ് ഉണ്ട്. 3 ടൈപ്പാന്ന് തോന്നുന്നു. പിന്നെ എന്താ ഈ ഒരു ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ട് നമ്മൾ അങ്ങനെ വെക്കൂലേ, ഈ ഒരു സംഭവം, ഈ ഒരു കാർഡ്സ്, അങ്ങനെ അത് 2 ഉണ്ട്. പിന്നെ അതാ കുറേ ഡേറ്റുകൾ എഴുതിയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാ ഞാൻ എൻ്റെ 21 ജൂലൈയിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് ഞാൻ ഇതിലുള്ള 21 എടുത്തിട്ട് ഞാൻ അതിൽ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഏത് ഡേറ്റിലുള്ള, അതായത് ഏതെങ്കിലും ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് എഴുതുന്ന ഒരു ജേണലാണെങ്കിൽ അതിൽ നമുക്കത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അത് ഈ ഒരു 2 ടൈപ്പ്, ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള വാഷി ടൈപ്പും ഒന്നിൽ ചെറിയൊരു വിൻറ്റേജ് പിക്ചേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു വാഷി ടൈപ്പുമാണ് വരുന്നത്. പിന്നെ അതാ കുറച്ച് വിൻറ്റേജ് ആയിട്ടുള്ള കുറച്ച് കാർഡ്സാണ്. വിൻറ്റേജ് മാത്രമല്ല, തോന്നുന്നു പല ടൈപ്പിലിപ്പോൾ ഫസ്റ്റിൽ കണ്ട പോലത്തതും പിന്നെ ഒരു വിൻറ്റേജ് ആയിട്ടുള്ളതാണ് അധികം വരുന്നത്. പല ടൈപ്പ് ഓഫ് കാർഡ്സ് ഉണ്ട്, സ്റ്റാമ്പ് പോലെയൊക്കെ ആയിട്ടുള്ള കാർഡ്സ്. പിന്നെ അത് നോക്കുമ്പോൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഒക്കെ പോലെ എഴുതി വെക്കില്ല, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സും പിന്നെ കോഡ്സും ആണ് ഇട്ടുള്ളത്. പിന്നെ ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് പോലത്തെ ഒരു പോസ്റ്റേഴ്സാണ്. പാറ്റേൺ പേപ്പേഴ്സായിട്ടും യൂസ് ചെയ്യാം, പോസ്റ്റേഴ്സായിട്ടും യൂസ് ചെയ്യാം. ഞാൻ ഇതിലുള്ളൊരു പോസ്റ്ററാണ് ഞാൻ എൻ്റെ ജേണലിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പേപ്പർ സ്റ്റിക്കേഴ്സ് പല ഷേപ്പിലുള്ളതും, പിന്നെ എനിക്ക് ബാക്കിലുള്ള ഈ 2 സ്റ്റിക്കേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഈ റൗണ്ടിലുള്ള ഈ ഒരു സ്റ്റിക്കേഴ്സും പിന്നെ ഈ ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ളതും. പിന്നെ ഇത് സ്റ്റാമ്പ്സൊക്കെയാണ്. ഇതൊരു ബില്ല് പോലത്തെ ഒക്കെ ചില സംഭവങ്ങളും, ചിലത് നല്ല ഒരു വിൻറ്റേജിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് എനിക്കുള്ള എക്സൈറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ഞാൻ അന്ന് ഗീവ് അവേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടൊരു ജേണൽ മേടിക്കുന്നത്. അത് കണ്ടെന്ന് തന്നെ എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ഫീലായിരുന്നു. അപ്പോൾ പക്ഷേ അത് നമുക്ക് വിന്നർക്ക് കൊടുക്കാനുള്ളതല്ലേ. അങ്ങനെ ഇത് പിന്നെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആട്ടോ, നല്ല ഭംഗിയുള്ള പിക്ചേഴ്സാണൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവങ്ങൾ. ഞാനിത് മേടിച്ചത് അത്ര അല്ല അല്ലേ, കുറച്ച് സംഭവങ്ങളുണ്ട്. ഒരു കളർ പേപ്പറും പിന്നെ പാറ്റേൺ പേപ്പേഴ്സ് വേറെ ഉണ്ട്, ഒരു 3-4 ടൈപ്പ്. പിന്നെ ഇത് ഇത്രയാണ് ഒരു ജേണലിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഞാനിത് മേടിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടോപ്പ് കമൻറ്റേഴ്സിനെ സെലക്ട് ചെയ്യണ കാര്യം ആരും മറന്നു പോകണ്ട. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബർ ആയിട്ടുള്ള കമൻറ്റ് ചെയ്യുന്ന ആൾക്ക്, ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാട്ടോ പ്രൈസ് ഉണ്ടാവുക മന്ത്ലി. അപ്പോൾ ഓക്കെ, ബായ്.